ഒരു കൂട്ടം ആളുകൾ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ ഒരു മനുഷ്യനെ പിടിച്ചടിക്കുകയാണ്. അബൂദർ തങ്ങൾ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞു, ഇവൻ വളരെ മോശമായ ഒരു ഹറാമ് ചെയ്തു, ഞങ്ങൾ അവനെ ശിക്ഷിക്കുകയാണ്. മഹാൻ പറഞ്ഞു, നിങ്ങൾ അടി നിർത്തിൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ. കണ്ണ് കാണാത്ത ഒരാൾ അല്ലെങ്കിൽ കണ്ണ് കാണുന്ന ഒരാൾ ഒരു പൊട്ടക്കിണറ്റിൽ പോയി ചാടി വീണാൽ, അവിടെ ചാടി അതിലേക്ക് അകപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ മനുഷ്യനെ മണ്ണിട്ട് മൂടുമോ? അതല്ല നിങ്ങൾ അയാളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ കൈപിടിച്ച് ഉയർത്തും. കുണ്ടിൽ വീണ ഒരാളെ എടുക്കണം, രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങൾ ഒരു മനുഷ്യൻ കിണറ്റിൽ വീണാൽ നിങ്ങൾ കൈപിടിച്ച് ഉയർത്തിയെടുക്കുന്ന പോലെ ഒരു മനുഷ്യൻ തിന്മയിലേക്ക് വീഴുന്നത്, തിന്മയുടെ കിണറാണത്, ആ മനുഷ്യനോട് റഹ്മത്ത് ചെയ്ത് ആ മനുഷ്യന് കാര്യം മനസ്സിലാക്കി കൊടുത്ത് ആ മനുഷ്യനോട് കരുണ കാണിക്കേണ്ടതിന് പകരം, ആ മനുഷ്യന് സാരോപദേശം നൽകേണ്ടതിന് പകരം അയാളെ തല്ലിക്കൊല്ലുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ബിഇസൽ ഖൗമു അൻത്, നിങ്ങൾ എത്ര മോശപ്പെട്ടവരാണെന്ന് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സമൂഹത്തിൽ ആരെയും ചാപ്പകുത്തി മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുകയോ അല്ലെങ്കിൽ മോശക്കാരനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ചെയ്ത് ഒരു മുഅ്മിനായ മനുഷ്യനോടും അനീതി ചെയ്യാൻ ശറഅ് അനുവദിക്കുന്നില്ല. അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറയുന്നത് നസീഹത്താണ്. സാരോപദേശത്തിന്റെ വഴി അവിടെ തുറന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, പറഞ്ഞാൽ കാര്യം മനസ്സിലാകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ തെറ്റുതിരുത്താൻ തയ്യാറുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു മനുഷ്യനോടും ഒരാളോടും ഒരു ചെറുപ്പക്കാരനോടും ഒരു വിദ്യാർത്ഥിനിയോടും ഒരു മുതലാളിയോടും പാമരനോടും പണ്ഡിതനോടും സാധാരണക്കാരനോടും ഒരാളോട് പോലും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് അല്ലാഹുവിൻ്റെ ശറഇൽ പാടില്ലാത്തതാണ്. ലാ തുസക്കൂ അൻഫുസകും, നിങ്ങളൊക്കെ അല്ലാഹുവിനടുത്ത പുണ്യവാളന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുർആന്റെ ചോദ്യമാണത്. ലാ തുസക്കൂ അൻഫുസകും, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടവരും നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനിരിക്കുന്നവരുമാണെന്നാണോ നിങ്ങൾ തോന്നുന്നത്? ബാക്കിയുള്ളവർ അഹ്ലുന്നാർ, നരകത്തിലേക്കും. അങ്ങനെ നിങ്ങളെ തന്നെ തസ്കിയത്ത് ചെയ്യല്ലേ, നിങ്ങൾ നല്ലവരാണെന്ന് നിങ്ങളെക്കുറിച്ച് വിചാരിക്കല്ലേ. എല്ലാവരും രക്ഷപ്പെടണമെന്ന് വിചാരിക്കണമേ. ദീൻ എന്ന് പറയുന്നത് നസ്വീഹത്താണ്. നസ്വീഹ എന്ന് പറഞ്ഞാൽ ഗുണദോഷിക്കൽ എന്ന് മാത്രമല്ല, ഗുണം കാക്ഷിക്കലാണ്, നല്ലത് വരണം എന്ന് വിചാരിക്കലാണ്.